ഒരു കൈയിലെടുത്തുകൊണ്ടും മറുകൈയിലുള്ള നറുവെണ്ണ നുകർന്നുകൊണ്ടും തന്നാശ്രിതർക്ക് തുണയായി വിളങ്ങിടുന്ന നാരായണീയ ഗുരുവായൂരപ്പ നമോ നമസ്തേ. ഇനി ഏഴാമത്തെ ശ്ലോകത്തിൽ രുക്മിണിയുടെ സന്ദേശം രുക്മിണി പറയുന്നത് പോലെയാണ് ഇവിടെ പറയുന്നത്. തവ ഹൃതാ അസ്മി പുരാ ഏവ ഹൃതാസ്മി പുരൈവ ഗുണൈഹി അഹം ഗുണൈരഹം ഹരതി മാം കില ചേതി നൃപഃ അധുനാ ചേതി നൃപോ അധുനാ ഐ കൃപാലയ പാലയ മാമിതി പ്രജഗതേ ജഗദേകപതേ തയാ. ഇവിടെ രുക്മിണി സ്വയം പറയുന്നതായിട്ടാണ് പറയുന്നത്. അഹം, അല്ലയോ ഭഗവാനെ, ഈ രുക്മിണിയായിരിക്കുന്ന ഞാൻ, തവ ഗുണൈഹി, അങ്ങയുടെ ഗുണഗണങ്ങൾ പലതവണയായിട്ട് പണ്ട് മുതലേ കേട്ടിട്ട്, പുരായേവ, പണ്ടേ തന്നെ, വളരെ മുമ്പ് തന്നെ, ഹൃതാ അസ്മി, ഞാൻ അങ്ങയാൽ അപഹരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് വെച്ചാൽ അങ്ങയിൽ അത്രയും അനുരക്തയായിരിക്കുന്നു. എന്നാൽ ഇതാ അധുന, ഇപ്പോഴാകട്ടെ, ചേതി നൃപഃ, ചേതി രാജാവായിട്ടുള്ള ശിശുപാലൻ, മാം ഹരതി കില, എന്നെ ഇതാ വിവാഹം കഴിക്കാൻ ഒരുങ്ങുന്നു. പക്ഷെ ഹരതി എന്നാൽ എന്നെ ജീവനോടെ അപഹരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. എന്റെ ജീവൻ പോകുന്ന പോലെയാണ്. ശിശുപാലൻ എന്നെ കല്യാണം കഴിക്കുന്നു എന്ന ആ വാർത്ത തന്നെ എനിക്ക് ജീവൻ പോകുന്ന പോലെയാണ്. അതാണ് ഹരതി എന്ന വാക്ക് ഉപയോഗിച്ചത്. എന്നെ ഇതാ ഹരതി, എന്നെ അപഹരിക്കാൻ പോകുന്നു. ഐ കൃപാലയ, അല്ലയോ ഭക്തവത്സല, മാം പാലയ, ഈ ദുർഘടസന്ധിയിൽ നിന്നും എന്നെ ഒന്ന് രക്ഷിക്കൂ. ഇതി, ഇപ്രകാരം, ഹേ ജഗദേകപതേ, അല്ലയോ ഈ ജഗത്തിന് തന്നെ ഒരേ ഒരു പതി, ഭർത്താവ്, അത് ഭഗവാനാണ്. അങ്ങനെയുള്ള അങ്ങയോട് തയാ, ആ രുക്മിണിയാൽ, പ്രജഗതേ, പ്രാർത്ഥിക്കപ്പെട്ടു. അപ്പൊ ഇവിടെ ഭഗവാന്റെ ഭഗവാനോടുള്ള അനുരാഗത്താൽ ഞാൻ ഭഗവാന്റേതായി തീർന്നിരിക്കുന്നു പണ്ട് മുതലേ. അങ്ങനെയുള്ള എന്നെയാണ് ഇതാ ശിശുപാലൻ വിവാഹം കഴിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് അങ്ങ് എന്നെ വന്ന് ഇവിടുന്ന് രക്ഷിക്കണം. അല്ലെങ്കിൽ എന്താ പറയാ, ശിശുപാലന്റെ വധു ആവുക എന്ന് പറഞ്ഞാൽ എനിക്ക് ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന പോലെയാണ്, എന്നെ അപഹരിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് അല്ലയോ കൃപാനിധേ, എന്നെ ഒന്ന് രക്ഷിക്കൂ എന്ന് ഈ ജഗത്തിന്റെ തന്നെ ഏകപതിയായിട്ടുള്ള ആ ഭഗവാനോട് ആ രുക്മിണി പ്രാർത്ഥിച്ചു എന്നാണ് പറയുന്നത്. ഇവിടുത്തെ നാലാമത്തെ വരിയില് ജഗതേ ജഗദേകപതേ എന്നുള്ളതിന്റെ ആ ജഗതേ, അപ്പൊ രണ്ടും കാണുമ്പോ ഒരുപോലെ തോന്നാം. ശ്ലോകം 7. തവ ഹൃതാസ്മി പുരൈവ ഗുണൈരഹം ഹരതി മാം കില ചേതി നൃപോധുനാ അയി കൃപാലയ പാലയ മാമിതി പ്രജഗതേ ജഗദേകപതേ തയാ. ഹരിശരണം. എല്ലാ സജ്ജനങ്ങൾക്കും വിനീത നമസ്കാരം. എല്ലാ മഹാത്മാക്കളെയും പൂർവികരെയും ഗുരുക്കന്മാരെയൊക്കെ സ്മരിക്കുന്നു. ശ്രീ ഗുരുവായൂരപ്പനെയും നമസ്കരിക്കുന്നു. വേദവ്യാസനെയും അതുപോലെ ഭട്ടതിരിപ്പാടിനെയും ഓർക്കുന്നു.
ഭഗവാന്റെ ലീലകളിലെ ശ്രദ്ധേയമായ ഒന്നാണ് രുക്മിണി സ്വയംവരം. അതിൻ്റെ ചരിത്രമാണ് ഇവിടെ പറയുന്നത്. ശ്ലോകം 7 നോക്കാം നമുക്ക്. രുക്മിണിയെപ്പറ്റി എല്ലാ കാര്യങ്ങളും ആ യുവ ബ്രാഹ്മണൻ പറഞ്ഞു കൊടുത്തു. കുണ്ടലപുരത്തിലെ വിദർഭ രാജ്യത്തിലെ രാജാവിൻ്റെ മകളാണെന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തി. അതിനുശേഷം പറഞ്ഞു, ഒരു ലേഖനം, പ്രേമലേഖനം ഉണ്ട്, ഒരു കത്തുണ്ട് അവിടത്തേക്ക് എന്ന് പറയുമ്പോൾ പല വ്യാഖ്യാതാക്കളും പറയാറുള്ള പോലെ തന്നെ ഭഗവാൻ ചോദിച്ചു, ഇത്രേ ആ ലേഖനം എന്താ ഭാഷ? അപ്പം പറഞ്ഞു അത് ഹിന്ദിയിലാണ്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, എനിക്ക് ഹിന്ദി കേട്ടാൽ മനസ്സിലാവും, വായിക്കാൻ ബുദ്ധിമുട്ടാണ്. ഗുജറാത്തി അറിയാം, പിന്നെ വൃന്ദാവനത്തിലായിരുന്നല്ലോ, അപ്പം ആ ഭാഷയൊക്കെ അറിയാം. അതുകൊണ്ട് ബ്രാഹ്മണനോട് തന്നെ പറഞ്ഞു ഇത്രേ വായിക്കാനായിട്ട്. ബ്രാഹ്മണനും ഒരു പുതിയ അനുഭവമാണ്. സഹസ്രനാമവും അങ്ങനെയുള്ളതൊക്കെ നാമങ്ങളൊക്കെ ജപിക്കാറുണ്ടെങ്കിലും പ്രേമലേഖനമൊന്നും വായിച്ച ശീലമില്ലല്ലോ. ഏതായാലും ഭഗവാന്റെ നിർദ്ദേശമുണ്ട്. ആ രുക്മിണിയുടെ കത്ത് വായിച്ചത് ബ്രാഹ്മണനാണത്രേ. ഭുവനസുന്ദര എന്നാണ് ഭഗവാനെ അവിടെ സംബോധന ചെയ്യുന്നതായിട്ട് പറയുന്നത്. എന്താണ് ആ കത്തിലെ ഉള്ളടക്കം നോക്കാം. ഏറ്റവും രസകരമായിട്ടുള്ളത് ഒന്ന്, ആപത്ത് കാലത്ത് അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്ന് വല്ലാതെ വിഷമിക്കുമ്പോൾ ഏതെങ്കിലും ഒരു സഹായി നമ്മുടെ അടുത്ത് വരും. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട്, പൂർവ്വജന്മ സുഹൃതം കൊണ്ടായിരിക്കാം. നമ്മളെ ഇതുപോലെ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടാവാം, അതുകൊണ്ടൊക്കെ ആവാം. അതുകൊണ്ടാണ് ഈ ബ്രാഹ്മണൻ രുക്മിണി ദേവിക്ക് അനുകൂലമായിട്ട് വന്നതും ദൂത് പോകാൻ നിശ്ചയിച്ചതൊക്കെ തന്നെ. അതൊരു ഭാഗത്ത്. രണ്ടാമത് പറയുന്നത്, ആ ലേഖനത്തിൽ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തവ ഹൃദാസ്മി പുരൈവ ഗുണൈരഹം. പണ്ടേ തന്നെ അവിടുത്തെ ഗുണങ്ങളാൽ ഞാൻ അപഹരിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയണത് ഇവിടെ. എന്ന് വെച്ചാൽ ഒരു തരത്തിൽ ഞാൻ അവിടുത്തെ ആയിത്തീർന്നിരിക്കുന്നു മനസ്സുകൊണ്ട് എന്നർത്ഥം. അവിടെ രണ്ടർത്ഥമുണ്ട്. ഒന്ന്, മഹാവിഷ്ണു ലക്ഷ്മിമാരായിട്ടാണ് ഇവിടെ രുക്മിണി കൃഷ്ണന്മാരെ സങ്കല്പിച്ചിട്ടുള്ളത്. ആ ബന്ധം എന്നോ ഉള്ളതാണ്. അപ്പം അതിൻ്റെ ഒരു സൂചനയുണ്ട് ഇവിടെ. പുരൈവ എന്നുള്ളത്, പുരൈവ എന്നുള്ളത് പണ്ട് തന്നെ. അപ്പോൾ ഗുണങ്ങളെ ആസ്പദമാക്കിയിട്ടാണ് ബന്ധങ്ങളുടെ കെട്ടുറപ്പുണ്ടാവുക, രൂപസൗന്ദര്യം നോക്കിയിട്ടല്ല. അതുവഴി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ദിവ്യമായിരിക്കുന്ന കാരുണ്യം, ദയ, ധർമ്മബോധം, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ളതായ സദ്ഗുണങ്ങളെ പറ്റിയിട്ട് നാരദ മഹർഷി എന്നും അറിഞ്ഞിട്ടുണ്ട്. രൂപസൗന്ദര്യത്തിനെയല്ല അവിടെ അംഗീകരിച്ചത്, ഗുണങ്ങളെയാണ്. ഇത് നമ്മുടെ ജീവിതത്തിലും ബാധകമാണ്. ഏത് ബന്ധമായാലും ഗുണത്തിനെ ആസ്പദമാക്കിയിട്ടാവണം. രൂപം മാറിക്കൊണ്ടിരിക്കും. അപ്പം അത് നമ്മൾ അറിയേണ്ടതാണ്. അവിടുത്തെ ഗുണങ്ങളാണ് എന്നെ അപഹരിച്ചിരിക്കുന്നത്. എൻ്റെ മനസ്സ് മുഴുവൻ അവിടുത്തോട് ആണ്. ആ സമയത്താണ് ദുർബുദ്ധിയായിരിക്കുന്ന എന്ന് സൂചിപ്പിക്കുന്നില്ലെങ്കിലും ഒരു കൊച്ചു രാജ്യത്തിൻ്റെ രാജാവായിരിക്കുന്നതായ ചേതിരാജാവായിരിക്കുന്നതായ ശിശുപാലൻ വീണ്ടും എന്നെ അപഹരിക്കാൻ നോക്കുകയാണ്, എന്നെ എടുത്തുകൊണ്ടുപോകാൻ നോക്കുകയാണ്. അവിടുന്നാണെങ്കിലോ കൃപാമൂർത്തിയായിട്ടാണ് അറിയപ്പെടുന്നത്, കാരുണ്യവാനാണ്,
ശക്തനാണ്, അതുപോലെ എല്ലാ ഗുണങ്ങളും ഉള്ള ആളാണ്. അതുകൊണ്ട് അവിടുത്തെ അപേക്ഷിക്കുകയാണ്, പാലയമാം, എന്നെ രക്ഷിക്കണം. അതുമാത്രമല്ല, അവിടെ നിന്നാണെങ്കിലോ ലോകത്തിൻ്റെ ഏകപതിയാണ്. ഇവിടെ ലക്ഷ്മി ദേവിയാണ് പറയുന്നതെന്ന് ഓർക്കണം. അപ്പോൾ ലോകത്തിൻ്റെ ഏകപതിയായിരിക്കുന്ന അവിടെ നിന്നായിരിക്കണം അവിടുത്തോട് ചേർന്ന് നിൽക്കുന്ന എല്ലാവരെയും രക്ഷിക്കേണ്ടതും പാലിക്കേണ്ടതുമൊക്കെ എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പം അത് വളരെ വിശേഷപ്പെട്ടതായ ഒരു അപേക്ഷയാണത്. പലതരത്തിലാണ് ഭവതാപഹൃത എന്നൊരു ഭാഗത്ത് ഉപയോഗിച്ചിട്ടുണ്ട് ഭഗവാനെ. സംസാര ദുഃഖങ്ങളെ ഇല്ലാതാക്കുന്ന ഭഗവാൻ എന്നും കൂടി അർത്ഥമുണ്ട്. ഒരു ജീവാത്മാവിൻ്റെ സ്ഥാനത്ത് രുക്മിണീദേവിയെ കാണുകയാണെങ്കിൽ ആ അപേക്ഷ വളരെ പ്രധാനമാണ്. മറ്റാർക്കും നമ്മളെ പൂർണ്ണമായിട്ടും രക്ഷിക്കാൻ സാധിക്കില്ല ഭഗവാൻ ഒഴിച്ച്. ഇതൊക്കെയാണ് ഭാഗവതം പഠിക്കുമ്പോഴും നാരായണീയം പഠിക്കുമ്പോഴും ഒക്കെ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ശരിക്കുള്ള രക്ഷിതാവ് ഭഗവാനാണ്. നമ്മുടെ കർമ്മത്തിൻ്റെ ഗുണം കൊണ്ട്, ഉപാസന ബലം കൊണ്ട് അതിശയകരമായിട്ടുള്ള സംരക്ഷ ഭഗവാൻ തരും നമുക്ക്. ഇതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മനസ്സ് തുറന്ന് ഭഗവാനോട് അടുക്കാൻ നോക്കുക. അതുപോലെ ബന്ധങ്ങളെ മാനിക്കണമെങ്കിൽ ഗുണങ്ങൾ ബന്ധങ്ങളിൽ ഉണ്ടാവണം. ഇതൊക്കെ നമുക്കുള്ള പാഠങ്ങളാണ്. ഇതൊക്കെ ശ്രദ്ധിച്ച് ജീവിതത്തിൽ ഉണ്ടാവുന്ന ബന്ധങ്ങളെ പഠിച്ച് സ്വാംശീകരിക്കേണ്ടതിനെ സ്വാംശീകരിക്കുക, തള്ളിക്കളയേണ്ടതിനെ തള്ളിക്കളയുക. അങ്ങനെ ആത്മീയമായൊരു തിരിച്ചറിവ് നമുക്കുണ്ടാവണം. ഇതൊക്കെ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. എല്ലാവർക്കും ഭഗവാൻ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഹരിശരണം.